കുത്തിരിഞ്ഞടുത്ത് നിന്ന് ഒന്ന് എണീക്കുമ്പോൾ നടു അനക്കാനാവുന്നില്ല, ഭയങ്കര വേദന. എന്തെന്നാ എനിക്ക് പറ്റിയ പഠിച്ചോനെ? ഒന്ന് വണ്ടി എടുത്ത് പുറത്തു പോയി വന്ന് ഒന്ന് സ്റ്റാൻഡ് തട്ടി എണീക്കുമ്പോൾ നടുവേദന, എന്തെങ്കിലും വെയിറ്റുള്ള എടുത്ത് പൊന്തിച്ചാൽ നടുവേദന. ഇത്ര ചെറിയ പ്രായത്തിൽ എന്താ എനിക്കിങ്ങനെ നടുവേദന എല്ലാം വരുവാൻ കാരണം? ഒന്നും തിരിയുന്നില്ലല്ലോ. ഡിസ്ക് ബൾജാറ്റാണോ? എന്തെന്നാ ഇപ്പം ചെയ്യുക? ഒന്നും നോക്കിയില്ല, ഞാൻ ഓടി കോട്ടക്കലുള്ള കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിലേക്ക്. ഇവിടെ ഇതിനുള്ള ട്രീറ്റ്മെന്റ്. നടുവേദനയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസാണ് ഡിസ്ക് ബൾജ്. ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നട്ടെല്ലിൻ്റെ ഇടയിൽ ഒരു ഷോക്ക് അബ്സർവ് പോലെ ആക്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടൊക്കെ ഡിസ്കിന് ബുദ്ധിമുട്ടുകൾ വരും. അത് പുറത്തേക്ക് തള്ളി അവിടെ തൊട്ടടുത്തുള്ള നാഡീ ഞരമ്പുകളെ കംപ്രസ് ചെയ്യുമ്പോഴാണ് ഈ ബാക്ക് പെയിനുകളും അതേപോലെ കാലിലേക്ക് തരിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഉള്ള ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഒരു നീഡിൽ വെച്ച് എക്സ്റേ മെഷീൻ്റെ സഹായത്തോടെ ഏത് നട്ടെല്ലിനാണോ പ്രശ്നം അല്ലെങ്കിൽ ഏത് ഡിസ്കിനാണോ പ്രശ്നം ആ ഭാഗത്ത് പോയി ചെറിയ ഇഞ്ചക്ഷൻസ് കൊടുക്കലാണ്. ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന ചികിത്സയാണ്. പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടും. വലിയ രീതിയിലുള്ള സർജറി പോലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇതിന്റെ കൂടെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിലീഫ് ഉണ്ടാവാറുണ്ട്. ഈ നട്ടെല്ല് വേദനകളോ ഡിസ്ക് ബൾജുകളോ ട്രീറ്റ് ചെയ്യാതെ ഒരുപാട് കാലം കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് മറ്റവയവങ്ങളെ ബുദ്ധിമുട്ടാക്കും. മാത്രമല്ല സ്പൈനൽ കോഡിന് ഇത് കംപ്രസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രം ഒഴുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും, മലം പാസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും, അതേപോലെ കാല് വീക്ക്നെസ് വരാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചികിത്സ നേടൽ നിർബന്ധമുള്ള കാര്യമാണ്.